പണ്ടൊരിക്കൽ ഗുരുവായൂരിൽ സ്വാമിയാർ എന്ന് വിളിപ്പെടുന്ന ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. അദ്ദേഹം വളരെ അധികം ധനം ഉള്ളവനും അഹങ്കാരിയും സ്വാർത്ഥനും ആയിരുന്നു. സദ്യക്കിടെ ആദ്യം വിളമ്പേണ്ടത് തനിക്കായിരിക്കണമെന്ന അവകാശവാദം എടുത്തു പറയും. ഒരു ദിവസം ഒരുവൻ തന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ സ്വാമിയാർ ദേഷ്യത്തോടെ അയാളെ മാറ്റി. എന്നാൽ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇക്കിളായി വെറും ആദ്യത്തെ ഉരുള വിഴുങ്ങിയപ്പോഴേ തന്നെ. ഈ അവസ്ഥ പലതവണ ആവർത്തിച്ചു. ഭക്ഷണം കിട്ടാതെ സ്വാമിയാർ മെലിഞ്ഞു തുടങ്ങി. അവസാനം വ്യാകുലനായി ഭഗവാനോട് പ്രാർത്ഥിച്ചു. സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു. സ്വാമിയാരെ, നീ സമ്പാദിച്ച പണത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് സഹായിച്ചിട്ടുണ്ടോ? ഒന്നാം പന്തിയിൽ സദ്യ കഴിക്കുമ്പോൾ എത്ര ആളുകൾ വാതിൽക്കൽ കൈനീട്ടി പോകുന്നു. ഈ രോഗം ഞാൻ തന്നതല്ല, താങ്കളുടേതാണ്. അപ്പോഴുതന്നെ സ്വാമിയാർ മാറി. പാത്രം കഴുകുകയും സദ്യ വിളമ്പുകയും പാവങ്ങൾക്കു സഹായം ചെയ്യുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം തിരിച്ചുകിട്ടി. രോഗം അകന്നു. ശേഷം ഭക്തിപൂർവം ജീവിച്ചതുകൊണ്ടു എല്ലാവരും ആദരവോടെ സ്വാമിയാർ എന്ന് വിളിച്ചു. ഇത്രയും കാലം അഹങ്കാരം നിറഞ്ഞ ജീവിതം നയിച്ച ആൾ ഭക്തിയുടെയും വിനയത്തിന്റെയും പാതയിൽ മാറി ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ.